ഒരായിരം കൃപകൾ നമുക്ക് കിട്ടിയോ? 1000 ആണെങ്കിൽ പിന്നെ 1000 അങ്ങോട്ട് പോട്ടെ. ഇന്ന് ഈ 2024 വർഷം തീരാൻ പോവാ. കിട്ടിയതിനെല്ലാം 1 വയസ്സ് തൊട്ട് ഇപ്പം വരെയുള്ള വയസ്സ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാൽ നമുക്ക് പറ്റും? അതേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സമയം ആ നന്ദി പറഞ്ഞ് നമ്മളെ രക്ഷയിലേക്ക് അടുക്കുക. എന്റെ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത ഓരോ കൃപകൾക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നുണ്ട്. ഒന്നിച്ചൊരായിരമല്ല, ഓരോന്നിനും. അല്ലാതെ എങ്ങനെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും? ഈ പ്രതികൂലങ്ങളുടെ നടുക്ക് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്നവനായി ദൈവത്തെ നമ്മൾ മാനിക്കുക. അവനെ സ്തുതിച്ചും പാടിയും ആരാധിച്ചും അവനിലേക്ക് അടുത്തിയെല്ലുക. അതത്രേ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ വില്ലന്മാർ ഒത്തിരി ഉണ്ട്. ഈ വില്ലത്തരങ്ങൾ ഒത്തിരി കാണിച്ച് അവസാനം കണ്ണുനീരും കയ്യുമായി കരയാതെ നമ്മളെല്ലാം നമ്മുടെ ദൈവത്തോട് അടുക്കുക. അല്ലാതെ വേറൊരു മാർഗവുമില്ല. എല്ലാവരും ബുദ്ധിമാന്മാരാണ്. എല്ലാവർക്കും ദൈവമുണ്ട്, പല ദൈവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആരും എന്തും ചെയ്തോട്ടെ, നമുക്കൊരു ചിന്ത വേണം. ഞാൻ എന്റെ ദൈവത്തെ മാനിക്കും, ഞാൻ എന്റെ ദൈവത്തിന്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കും. അവൻ പറയുന്നതാണ് എനിക്ക് ആധാരം. സമ്മതിച്ചോ? എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു. യോഹന്നാൻ 9:4 വാക്യം വായിക്കുക. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ആർക്ക്? ഒരു കുരുടന്. ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നവനാണോ അത്? ആരെങ്കിലും നോക്കുന്നുണ്ടോ? അവന്റെ പണി എന്തുവായിരുന്നു? ഭിക്ഷ എടുക്കുക, ആള് കൂടുന്നിട്ട് പോയി കൈ നീട്ടിയിരിക്കുക. ഇതിൽ കൂടുതൽ അതപ്പതിനെ എന്ത് വരണം? അവന് കണ്ണും കാണത്തില്ല. ഈ നമ്മൾ ഈ രീതിയിലൊക്കെ തന്നെയാണോ എന്ന് നോക്കുക. എത്ര പരീക്ഷയ്ക്ക് എഴുതി, എന്തുകൊണ്ട് ജയിക്കുന്നില്ല? എത്ര ടെസ്റ്റ് എഴുതി, എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല? നമ്മൾ അവനേക്കാൾ കഷ്ടതയിലാണ്. എന്താണ്? നമ്മൾ ആ ദൈവത്തെ വിളിക്കുന്നത് കുറയുന്നു. അവനോ അവന്റെ അമ്മയപ്പന്മാരോ ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന്. ഇന്നിവിടെ ദൈവപ്രവൃത്തി വെളിവായി എത്രയോ പേര് ജോലിയായി, രോഗസൗഖ്യം കിട്ടി, സന്തോഷത്തോടെ ജീവിക്കുന്നു, വീടായി, സ്ഥലമായി. നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ടോ? ദൈവത്തെ മാനിക്കുന്നുണ്ടോ? അവന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഇന്ന് തീരുമാനത്തിലേക്ക് കൊണ്ടുവരണം. അതായത് ഈ വർഷത്തിന്റെ അവസാനമാണെന്ന്. ഈ സമയത്തെങ്കിലും നമ്മൾ തിരിഞ്ഞവനെ, നമ്മുടെ രക്ഷകനെ മാനിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്ന പോകുന്നത്? കഷ്ടതയുടെ അങ്ങേയറ്റം. അത് വേണോ? അതോ നമുക്ക് രക്ഷപ്പെടണോ? നമുക്ക് നമ്മുടെ രക്ഷകൻ നമ്മളെ രക്ഷിക്കാനായിട്ട് നോക്കി നിൽക്കുമ്പോഴും ഇത് വേണ്ട എന്ന് പറഞ്ഞ് പോകാനല്ല നമ്മൾ പഠിക്കേണ്ടത്. അവന്റെ നന്മയിലേക്ക് അടുത്തി എന്നിട്ട് അവൻ നമുക്ക് തരാമെന്ന് പറയുന്നു. അവന് പറ്റിയതെന്താ? കടന്നു പോകുമ്പോൾ പിറവിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? അവന്റെ
ശിഷ്യന്മാരവനോട് ചോദിച്ച, കൂടെ നടക്കുന്നവര്, നന്മ ചെയ്യേണ്ടിയവര്, അവന്റെ കൂടെ നടക്കുന്നവര്, അവര് ചോദിക്കുക, ഇവൻ ചെയ്തിട്ട് തെറ്റാണോ, അത് ഇവന്റെ അപ്പന്മാര് ചെയ്തിട്ടാണോ, അവന്റെ അപ്പൂപ്പന്മാര് ചെയ്തിട്ടാണോ, വല്ല ആവശ്യമുണ്ടോ എന്ന് അവർക്കത് ചോദിക്കേണ്ടത്. എന്റെ ദൈവമേ, അതിനെ രക്ഷിക്കണേ എന്ന് പറയുകയും വേണ്ടി. അവിടെയും വലിയ മിടുക്കളിക്കാനും പ്രതാപം കാണിക്കാനും പഠിക്കാൻ എന്നാണ് പഠിക്കുന്നത്. അവസാനം ദൈവം പറഞ്ഞെന്താ, ഇവനുമല്ല, ഇവന്റെ അമ്മയപ്പന്മാരും ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന്. ഇന്ന് ദൈവപ്രവൃത്തി നമ്മളിൽ വെളിവാകേണ്ട സമയമാണ്. നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടോ നമ്മൾ ചെയ്ത കുറ്റങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത്. നമ്മളിൽ വരുന്ന തെറ്റുകളെല്ലാം എവിടുന്ന് വരുന്നു? പിശാച് നമുക്ക് കൊണ്ടുതരുന്നു. ദൈവത്തെ മാനിക്കുന്നവരെ പിശാച് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. അവൻ നമ്മളെ കാക്കാൻ വേണ്ടി, കരുതലിന് വേണ്ടിയിട്ടും കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടായിട്ടും നമ്മൾ അതിനൊന്നും വില കൊടുക്കാതെ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. എന്നുവരെ പരീക്ഷിക്കും? ഇനിയെങ്കിലും നിർത്ത. ഇത് 24-ന്റെ അവസാന സമയം. നമ്മുടെ ജീവനെ രക്ഷിക്കാൻ നോക്കുക. നമ്മളല്ലാതെ നമ്മളെ രക്ഷിപ്പാൻ ആരുമില്ല. ഉണ്ട്, നമ്മുടെ രക്ഷകനുണ്ട്. ആ രക്ഷകന് ഹിതമാവണ്ണം നമ്മൾ പ്രവർത്തിച്ചെങ്കിലേ ആ രക്ഷകനും നമ്മളെ രക്ഷിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ അവന്റെ കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അപ്പനും അമ്മയും തെറ്റല്ലെന്ന ദൈവം പറയുന്നത്. ദൈവത്തിന് പറയുന്നത് അവന്റെ അപ്പൻ ചെയ്ത കുഴപ്പം, അവന്റെ അപ്പൻ മന്ത്രവാദിയായിരുന്നു പറഞ്ഞാൽ മതിയോ? ഒന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് അവസരമുണ്ട്. ഏത് മന്ത്രവാദിയായിട്ട് നിന്റെ അപ്പനായിക്കോട്ടെ, നിന്റെ അമ്മയായിക്കോട്ടെ, നീ ഇന്ന് തിരിഞ്ഞു വരിക. ഏത് കള്ളനായിക്കോട്ടെ, ഏത് വിവരമില്ലാത്തവനായിക്കോട്ടെ, നീ ഇന്ന് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വന്ന നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്താൽ ദൈവം നിന്നെ രക്ഷിക്കും. ഇത് ഇത്രയും അവിടെ നിസ്സാര കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ പരസ്യശുശ്രൂഷ സമയങ്ങളിൽ ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞു പോകാനല്ല. അത് കേട്ട് അനുസരിച്ച് അതിന്റെ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ മാറ്റിയാൽ നമുക്ക് അനുഗ്രഹം കിട്ടും. അതൊരു നിശ്ചയമാണ്. ആ നിശ്ചയമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ വെറുതെ കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കൊണ്ട് നടന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ജീവിതം നേർവഴിയിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളായിട്ട് അത് ഇല്ലാതാക്കി കളയരുത്. അതാണ് പറഞ്ഞത്. അപ്പനും അമ്മയും ഒന്നും കുറ്റക്കാരല്ല. ദൈവപ്രവൃത്തി അവിടെയും വെളിവാകണം എന്നത്രേ അവൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. അടുത്തത് എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഈ പകൽ വെളിച്ചത്ത് ഇന്ന് നമുക്ക് രക്ഷപ്പെടണം. ഈ അന്ത്യകാലത്തിന്റെ ഈ സമയത്ത് നമുക്ക് രക്ഷപ്പെടണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത കാലമാണ് വരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഇന്ന് രക്ഷപ്പെടുക. എന്ന് കിട്ടിയ ചാൻസ് നഷ്ടപ്പെടാതെ അവനിലേക്ക് അടുത്തേൽക്കുക, അവനെ ആരാധിക്കുക, അവനെ വണങ്ങുക, അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഇതത്രേ നമുക്ക് ചെയ്യാനുള്ളതുള്ളൂ. ഇത് ചെയ്യാൻ എന്താണ് എത്ര വിഷമം? അതിന് താഴോട്ട് വരുന്നുണ്ട്. പറയാം, ഞാൻ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആലയമുണ്ട്. നീ അവിടെ പോയി രക്ഷപ്പെടണ്ടെന്ന് പറഞ്ഞ് നിന്റെ കണ്ണിൽ ചേർന്ന് തൂത്ത് വിട്ടാൽ നീ ഇങ്ങോട്ട് വരുവോ അതോ തെക്കോട്ടും വടക്കോട്ടും പോവോ? അതിനുള്ളതാണ് ഇത് ശീലോഹാകുളം തന്നെയായി. ഇതിൽ വന്ന കണ്ണുനീരോടുകൂടി പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുത്തിട്ട് ഈ സ്ഥാപനത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിശ്ചയമായി നമുക്ക് നന്മ കിട്ടും. അവൻ നമ്മളെ വഴി നടത്തും. അവൻ വഴി നടത്തുന്നവനാണ്. അവങ്കിലേക്ക് അടുത്തവരാരും നിശ്ചിതരായി പോയിട്ടില്ല. അവരുടെ
അവരുടെ ഒരു കാര്യങ്ങൾക്കും മുടക്കുണ്ടായിട്ടില്ല. മുടക്കുണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? പോകേണ്ടിടത്തേക്ക് പോകുന്നില്ല. വലിയ ജനക്കൂട്ടത്തെയും കണ്ടുകൂടി നടന്നിട്ടും ഒരു പ്രയോജനവുമില്ല. നമുക്ക് തന്നെ അറിയാം, ഇവിടെ എത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണാലെ നമ്മൾ കണ്ടതല്ലേ, നമ്മൾ കേട്ടതല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. എത്രയോ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോയി. മിണ്ടാത്തത് മിണ്ടി, കണ്ണ് കാണാത്തവൻ കണ്ണ് കണ്ടു, ഹൃദയമില്ലാത്തവന് ഹൃദയം കിട്ടി. ഇതെല്ലാം സത്യമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മൾ ഇന്നും ഈ വ്യക്തികളെ പോലെ ആയിത്തീരരുത്. നമ്മളിന്ന് ചിന്തിക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ദൈവ സന്നിധിയിലാണ്. ദൈവം നമ്മളെ രക്ഷിപ്പാൻ കഴിവായിട്ട് വന്നിട്ടും നമ്മൾ അതിന് വില കൊടുക്കാതെ നമ്മുടെ ഇഷ്ടത്തിനോടി നഷ്ടപ്പെട്ട് അകന്നു പോകുന്നു. പോകല്ലേ പോകല്ലേ യേശുവെ വിട്ടു പോകല്ലേ, പോകല്ലേ യേശുവെ വിട്ടു പോകല്ലേ. കോട്ടിനായല്ലേ യേശുവിന്റെ കൂടെ വരുവാൻ, കോട്ടിലാക്കി കാക്കുവാൻ യേശുവുണ്ട്, കോട്ടിലാക്കി കാക്കുവാൻ യേശുവുണ്ട്. കോട്ടിൽ നിന്നു പോയാൽ ശത്രുവിനെ കിട്ടിടും, ശത്രുവിനെ മുൻപിൽ നീ തോറ്റിടും. ആകയാൽ യേശുവിൽ നിന്നു പോകില്ല, പോകില്ല, എന്നാൽ നാവിൽ സമർപ്പണം ചെയ്തിടാം. അത്രമാത്രം ചെയ്യാനുള്ളൂ. ആത്മാവിൽ നമ്മളൊരു സമർപ്പണം എടുക്കണം. ഞാൻ ഇനിയും പോകില്ല, ഞാൻ തെറ്റുകളിലേക്ക് പോകില്ല, ദൈവത്തെ വിട്ട് ഞാൻ അലയുകയില്ല, ദൈവത്തെ വിട്ട് നീ അലയേണ്ട ആവശ്യമില്ല. ഈ വെറുതെ പറമ്പിൽ നടന്ന് നമ്മളെ കണ്ണുപൊട്ടന്മാരായിരുന്ന നമ്മളെ വിളിച്ചിവിടെ കയറ്റി ഈ ശീലവാകുളത്തെ കണ്ണിൽ ഇച്ചിരി ചേർന്ന് ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ? ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ദൈവത്തോട് ചോദിച്ചു നോക്കിയേ, എന്തുകൊണ്ട് ദൈവമേ എനിക്കിതൊന്നും കിട്ടിയില്ല? നമ്മൾ ആരുടെയും കൈവയ്പോ ഒന്നുമല്ല. നമുക്ക് ഇവിടെ വലിയ മഹാത്മ്യമൊന്നുമല്ല. മഹാത്മ്യം ദൈവത്തിന് ജീവാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയശുദ്ധിയോടുകൂടി അവന്റെ തിരുസന്നിധിയിലേക്ക് ചെന്നാൽ അവൻ നിത്യമായ അനുഗ്രഹം നമുക്ക് തരും. അവന്റെ അനുഗ്രഹത്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ രാത്രിയും പകലും ഇവിടെ വന്നിരുന്നിട്ട് വേറെ ജോലിയൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുന്ന ജനമുണ്ട് നമ്മുടെ ചുറ്റിലും. താഴോട്ട് വരുന്നുണ്ട് പരീക്ഷന്മാരായ ഒരു കൂട്ടം ജനമുണ്ട്. അവരെല്ലാം നമ്മളെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമുക്കൊരു ചിന്ത വേണം. എന്റെ രക്ഷകൻ എനിക്ക് നല്ലവനാണ്, അവൻ എന്നെ കാക്കുന്നവനാണ്, അവൻ എന്നെ കരുതുന്നവനാണ്. അവന്റെ വഴിയിൽ നടന്ന് ഞാൻ ആനന്ദം കാണും, ഞാൻ ജീവിക്കും, ഞാൻ നല്ല ജീവിക്കും, ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും ഞാൻ ജീവിക്കും. ആ ഒരു തീരുമാനത്തോടു കൂടിയായിരിക്കണം നമ്മളുടെ പോക്ക്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇന്നെങ്കിലും ഇത് തീർക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ നോക്കി നിൽക്കുന്നു. അവൻ തന്നെ യേശുവേ സ്തോത്രം, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും പറഞ്ഞു. ചിലരും അല്ല, അവനെ പോലുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. സ്വന്തം കണ്ണാലെ കണ്ട മനുഷ്യരാണ് ഒരുത്തം പറയുന്നത് ഇവൻ അവനല്ല, ഇവൻ മറ്റവൻ വേറെയോ ആരുമാണ്. ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന മറുപടി. ഇവൻ നല്ലവനൊന്നുമല്ല, പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആളിനെ കൂട്ടാനാണ് ഇരിക്കുന്നത്. നമുക്ക് ആളും വേണ്ട, പണവും വേണ്ട, നമുക്കാവുന്നത് ദൈവത്തിനും നന്മ ചെയ്യുക. ദൈവത്തിന് നന്മയല്ല നമ്മളെ പോലെ ഒരു കഷ്ടപ്പെടുന്നതിനെ രക്ഷപ്പെടുത്തുക. ദൈവത്തിന് നന്മയുള്ളവർ ഒത്തിരി പേരുണ്ട്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ ലോകം മുഴുവൻ നന്മയിലേക്ക് വരും. പക്ഷെ എന്തുകൊണ്ട് ആ വാക്ക് കൽപ്പിക്കുന്നില്ല? നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ അവിടെ ഉണ്ടാകണം, നമ്മുടെ ആവശ്യം കൂടെ അവിടെ ഉണ്ടാകണം. ആവശ്യമുള്ളവനെ ദൈവം രക്ഷിക്കത്തുള്ളൂ, കണ്ണുനീരുള്ളവനെ ദൈവം കാക്കത്തുള്ളൂ. അല്ലാത്തവനെ ചെയ്യുന്നുണ്ടായിരിക്കാം,
പക്ഷെ നമ്മൾ കണ്ണീരോടുകൂടി അവന്റെ തിരുസനിയിലേക്ക് ചെന്ന് അവനോട് അപേക്ഷിച്ചാൽ നിത്യമായ അനുഗ്രഹം നമുക്ക് കിട്ടും. പഠിക്കാൻ വിഷമമുണ്ടായിരിക്കാം, ജോലിക്ക് വിഷമമുണ്ടായിരിക്കാം, നമ്മളെല്ലാം കണ്ണീരോടുകൂടി പറയുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ എഴുതി ഇങ്ങോട്ട് വന്നിട്ട് എങ്ങനെങ്കിലും ജയിക്കണം, അതിന് കുറെ പൈസ കൊണ്ട് എവിടെയെങ്കിലും ഇട്ടാൽ രക്ഷ കിട്ടുമോ? അല്ലെങ്കിൽ വേറൊരാൾക്ക് കുറെ പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, നടക്കുവോ? അതേസമയം നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അവനോട് പറഞ്ഞാൽ അവൻ നിശ്ചയമായി നമ്മളെ രക്ഷിക്കും എന്നൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ അന്ന് രക്ഷപ്പെട്ടിരിക്കും, അന്ന് നമ്മൾ ജയിച്ചിരിക്കും, അന്ന് നമ്മൾ മാന്യന്മാരായി തീരും. നമ്മൾ വഴി കിടന്ന് ആരുടെയും മുമ്പിൽ കണ്ണുനീരൊഴിക്കണ്ട, ആരോട് കരയണ്ട. നമുക്ക് തരാൻ ദൈവമുണ്ട്. അവൻ അത്ഭുത മന്ത്രി, ഏഴനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണ്. ആ സമാധാന പ്രഭുവിന്റെ കീഴിൽ നിൽക്കുന്നതായ നമുക്ക് എന്തിന്റെ കുറവാണുള്ളത്? നമുക്കൊരു കുറവുണ്ടാക്കാൻ അവൻ സമ്മതിക്കുകയില്ല. പക്ഷേ നമ്മൾ അതിനെ ഒരുങ്ങണം. നമ്മൾ ആ രീതിയിൽ അവനെ മാനിച്ചും സേവിച്ച് ജീവിച്ചെങ്കിലേ നമുക്ക് നന്മ കിട്ടൂ. അല്ലാതെ നമ്മൾ നമ്മുടെ സ്വയബുദ്ധിക്കനുസരിച്ച് ആടി നടന്നാലൊന്നും ആട്ട എവിടം വരെ ആടും. ദൈവശിക്ഷ വന്നു കഴിഞ്ഞ് അയ്യം വിളിച്ച് കരയാതെ നമ്മൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് ആരോട് പറയാനല്ല വേണ്ടത്, സ്വന്തം ഹൃദയത്തോട് നമ്മൾ പറയുക, ഞാൻ ചെയ്യുന്ന നന്മയാണോ തിന്മയാണോ, ദൈവത്തെ അപമാനിക്കുകയാണോ, ദൈവത്തോട് വഴക്ക് വിളിക്കുകയാണോ? ഇങ്ങനെ ഒരു ശീലവാദങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ഇവിടെ കൊണ്ടുവരുത്തിട്ടുണ്ട്. അങ്ങോട്ട് വിഞ്ഞുവന്ന് നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുത്തി, നീ ഒന്ന് കണ്ണു കഴിയടാ, മാത്രം നീ ചെയ്യടാ, നീ ഒന്ന് ചേറ് വരുത്തി തരും ദൈവം. നീ ഒന്ന് കഴിയുക മാത്രം ചെയ്യുക. അതിന് മനസ്സില്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നടന്ന് നമ്മൾ ആരോടായി വെല്ലുവിളിക്കുന്നത്? പിശാചിനോടോ ദൈവത്തോടോ? എന്താണ് അനന്തരഫലം? കഷ്ടം തന്നെ. അവർ അവനോട് നിന്റെ കണ്ണു തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ വിടത്തില്ല ജനം. ഇന്നത്തെ പരീക്ഷ ജനം അവനെ വിടത്തില്ല. നമ്മളെ അതുപോലെ തന്നെയാ. നീ എന്തിനാടാ ബന്ധുക്കോസി പോയത്? വേറെ ഒന്നുമില്ലാഞ്ഞിട്ടാണോ? ഇവിടെ മാത്രം നന്മയില്ലാഞ്ഞിട്ടാണോ നീ പോയത്? അല്ല, എനിക്കവിടെ നന്മ കിട്ടുമെന്നുണ്ട് ഞാൻ പോയെന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇന്ന് ലോകത്തിൽ പല സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ എനിക്കവിടെ പാന സമ്മതം, എനിക്കവിടെ നന്മ കിട്ടിയത് എന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാൽ അനുഗ്രഹം നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ അവിടെയും ജാതി ഇവിടെയും ജാതി, അവനെയും കുറ്റം പറഞ്ഞ് ഇവനെയും കുറ്റം പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ തന്നെ തെറ്റുകൾ മാറ്റിയിട്ട് നമ്മളെ പൂർണ്ണമായി അവങ്കൽ സമർപ്പിക്കുക. അതിനുള്ള ഒരു അവസാന സമയമായിരിക്കാം നമ്മളെ ഇന്ന് വരെ ഇവിടെ വെച്ചിരിക്കുന്നത്, ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അവനോട് പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ നാളെ നമുക്ക് നന്മ കിട്ടും. അതാണ് നമ്മുടെ ചിന്ത, അതാണ് നമ്മുടെ രീതി, അതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം. അല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നടന്നിട്ടല്ല. ഇപ്പൊ അമ്മ ഒരാളെ കുറ്റം പറയുക, അവനെ കുറ്റം പറയുക, ഇവനെ കുറ്റം പറയുക, എന്ത് പ്രയോജനം? നോവിന്റെ അമ്മയപ്പന്മാരോ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ദൈവം തന്നെ പറഞ്ഞു. അപ്പൊ അടുത്തം പറയുന്നുണ്ട് വേണം, ഇവൻ അവനല്ല, ഇവൻ അവന്റെ കൂട്ടിരിക്കുന്നവനാണ്, അവന്റെ കൂടെയുള്ളവനാണ്, അവനെ പോലെയുള്ളവനാണ്. ഈ മാതിരി വ്യർത്ഥ വചനങ്ങൾ പറഞ്ഞ് ദൈവത്തെ അപമാനിക്കുന്ന ജനമേ, ഇന്ന് നമ്മളുടെ ഗതി ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ജയിക്കാൻ നമ്മൾ എന്തും പറയും. ഇവനല്ല അവന്, ഇവൻ അതുപോലുള്ളവനാണ്. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. വിടത്തില്ല. ഇവനെ പള്ളി പ്രശ്നമാക്കിയാൽ തന്നെ പോരാ, ഇവനെ പരീശന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി ശിക്ഷിക്കണം.
അതുപോലെ നമ്മളെ മലവരൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നു. ഓർമ്മ വെച്ചോ, നമ്മളെ പിടിച്ചു കെട്ടി പോകേണ്ട ആകാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വഴികളിൽ നടക്കണം, ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കണം. അവൻ നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. അവങ്കിലേക്ക് അടുത്തവരാരും ലജ്ജിതരായി പോയിട്ടില്ല, അവരുടെ മുഖം വാടിപ്പോയിട്ടില്ല. പക്ഷേ നമ്മളെ ഇവിടുന്ന് പിടിച്ചു കെട്ടി വലത്ത് മുട്ട് ആക്ഷേപിക്കണോ? ചിന്തിക്കുക. ഈ കഴിഞ്ഞു പോകുന്ന സമയം, ഇനിയും കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു. ഈ വർഷത്തെ രക്ഷ കഴിഞ്ഞു. ഈ വർഷം നമ്മൾ രക്ഷ കിട്ടാതെ ഓടി നടക്കുന്ന ഈ സമയത്തും നമ്മൾ അവരോട് അപേക്ഷിക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യുവാനില്ല. നീയാണ് എന്റെ ദൈവം, ഞാൻ നിന്റെ കൂടെ നടക്കും. ഇത് ദൈവമാക്കണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും. അല്ലാതെ നമുക്കൊന്നും നേടാനില്ല. നമുക്കൊന്നല്ല, വെറുതെ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് പലതും ചിന്തിക്കാം. ഞാനിപ്പോ മേളിൽ കയറും, എല്ലാത്തിനും തട്ടിക്കളി. ഇത് തന്നെയല്ലേ ആ പിശാചും പറഞ്ഞത്. അപ്പൊ ആ പിശാചും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഇത് പിശാചാന്ന് സമ്മതിച്ചോ? ഞാൻ വലുതാ, ഞാൻ തട്ടിക്കളി. ആരെ തട്ടും? ആരെ തട്ടും? ദൈവത്തോടായി പറയുന്നത്. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഒറ്റ വാക്കേ പറയാറുള്ളൂ. അവൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല, പ്രവാചകനാണെന്ന് പറയുന്നുണ്ടെന്ന്. എന്റെ കണ്ണിൽ ചേറ് തേച്ചു, എന്നോട് ശിലാകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് രക്ഷ കിട്ടി. ആര് പറഞ്ഞടാ അവനാകെ രക്ഷ നല്ലവനാണോ? നീ അവന്റെ വാക്കുകൾക്കാണ് വില കൊടുക്കുന്നത്. ഇത് ശബത്ത് നാളല്ലായിരുന്നു? ശബത്ത് നാളിൽ എങ്ങനെ ചെയ്യാമായിരുന്നു? അപ്പോഴും അവൻ പറയുന്നത് എന്താ? എനിക്കിതൊന്നും കേൾക്കണ്ട, ഞാനിതൊന്നും കേൾക്കുന്നില്ല. ഞാൻ എന്റെ ദൈവം പറഞ്ഞതനുസരിച്ച് പോയി കഴുകി. ഞാൻ JCFT ചേർന്നു, ഞാൻ JCFTയോട് കൂടെ നടന്നു, എനിക്കൊരു നഷ്ടവും വരുന്നില്ല എന്ന് പറയേണ്ട സമയത്ത് എന്റെ മാനം പോയി, എനിക്കൊരു രക്ഷയുമില്ല. ഞാൻ എന്ത് ചെയ്യേണ്ട ദൈവമേ? ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു. ഒരാളെ ആരെയും കുറ്റം പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി പറയുന്ന മാത്രം. ഇങ്ങനെയുള്ള ഈ സമയങ്ങളിലും അവിടെ പരീശന്മാര് ഇന്ന് ശബത്ത് ദിവസമല്ലേ, ഈ ശബത്തിൽ എങ്ങനെ നിന്നെ രക്ഷപ്പെടുത്തി? അത് തെറ്റല്ലേ ചെയ്തത് എന്നുവരെ പറയാൻ നമ്മുടെ കൂടെ നടക്കുന്നവരുണ്ട്. നമ്മുടെ കൂടെ നടക്കുന്നവരല്ല, പരീശന്മാർ. ആ പരീശന്മാരുടെയൊക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇവരെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാതെ നമുക്ക് വേറൊരു രക്ഷകനില്ല. എന്റെ ദൈവമല്ലാതെ വേറൊരു രക്ഷകനില്ല. ഈ ചിന്താഗതിയോട് കൂടി മാത്രം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കുക. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അവിടെ രണ്ട് തട്ടായി. ഒരുത്തൻ നന്മ ചെയ്തു എന്ന് പറയുന്നു, ഒരുത്തൻ തിന്മ ചെയ്തു എന്ന് പറയുന്നു. അടിപിടി. എന്നല്ലാതെ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടെന്ന് പറയാൻ അവിടെ ഒരു കൂട്ടം ഒന്നിച്ചൊരു കൂട്ടമായില്ലല്ലോ. ദൈവത്തെ മാനിക്കുന്നില്ല. ഈ ദൈവത്തെ മാനിക്കാത്ത മനുഷ്യനെ എങ്ങനെ മാനിക്കും? ദൈവത്തെ പേടിയില്ല എന്ന് പറഞ്ഞ ഒരു വാദമുണ്ടല്ലോ. എവിടെയാണ്? ഏതോ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ പേടിയില്ല, സമ്പന്നൻ. ഇതെല്ലാം നടക്കുന്ന ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മൾ അങ്ങേറ്റം മര്യാദയോടുകൂടി നടന്ന് ദൈവത്തെ മാനിച്ച് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലാക്കുക. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുക. നമുക്ക് സ്വസ്ഥത കിട്ടും, രോഗസൗഖ്യം കിട്ടും. എല്ലാം നമ്മൾ അനുഭവിച്ചവരാണ്. ഇന്ന് ഈ ലാസ്റ്റ് ദിവസവും ഇത് തന്നെ നമുക്ക് വിളിച്ചു പറയണം. എനിക്ക് എന്റെ രക്ഷകനെ കണ്ടാൽ മതി, എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ മതി, അവനിനെ കേട്ടാൽ മതി, എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ മതി,
പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണു തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. ഒരുത്തൻ രക്ഷപ്പെട്ട് നിന്നിട്ടും ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച പ്രാപിച്ചു, ഞാൻ ഭാവിയായിരുന്നു, എനിക്ക് രക്ഷ കിട്ടി എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അവനെ പിടിച്ചു നിർത്തി എല്ലാ സംഘങ്ങളെ കൂടി ആള് വരുത്തിച്ചു. പോലീസ് വന്നു, പട്ടാളം വന്നു. അവൻ പറയുന്നത് അതൊരു പ്രവാചകനാണ്, എനിക്ക് നന്മ ചെയ്തു. എന്നാലും വിടില്ല. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലെ ഈ കഠിന ശോധനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നെങ്കിലും നമ്മൾ തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വന്നാൽ നമുക്ക് നിത്യമായ സന്തോഷം കിട്ടും, നിത്യമായ സമാധാനം കിട്ടും. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അവന്റെ സന്നിധിയിലേക്ക് വന്നവരാരും ലജ്ജിതരായി പോയിട്ടില്ല, അവരുടെ മുഖം വാടിപ്പോയിട്ടില്ല. അവൻ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് വളർത്തി എന്നാണ് കേൾക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? നമ്മൾ അവന്റെ വചനത്തിന് വില കൊടുക്കുന്നില്ല, അവന്റെ കൂടെ നിൽക്കുന്നില്ല, അവനെ മാനിക്കുന്നില്ല, അവനെ സേവിക്കുന്നില്ല. ആരുടെ തെറ്റ്? നമ്മുടെ തെറ്റ് തന്നെയല്ലേ ഇത്? അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനം മാറ്റണം. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു. ഇവൻ ഞങ്ങളുടെ മകനാണ്, ഞങ്ങള് കുരുടനായിരുന്നു, ഇവനെ വെച്ച് എടുക്കുമായിരുന്നു പണി. എന്നാൽ അവര് സമ്മതിക്കുന്നുണ്ടോ? എന്ത് തുറന്ന് കാണിച്ചാലും ശരി, ഇവനെ ഞാൻ കൂട്ടിയിട്ടേ ഉള്ളു കഥയെന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണ്ടു? മുറുകെ പിടിക്കുക, ദൈവത്തിൽ മുറുകെ പിടിക്കുക. അവൻ അന്നേരവും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ അവന്റെ അപ്പന്റെ അമ്മയുടെയും കഥയോടും നമുക്ക് കേൾക്കാം. എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന ഉത്തരം പറഞ്ഞു. ഈ പരീക്ഷന്മാരെ പേടിക്കുന്ന അപ്പനും അമ്മയുമേ, എന്റെ മക്കൾ വെന്തിക്കോസിപ്പോയെന്ന് പറഞ്ഞ് തല്ലി കിടക്കുന്ന ജനമേ, ഇതാണ് ഇവിടെ കാണുന്നത്. അവരെ ഏക്കത്തില്ല, അവരെ സമ്മതിക്കത്തില്ല. ഇവൻ കുരുടനായിരുന്നു, പക്ഷെ അവൻ രക്ഷപ്പെട്ടെങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ അവനോട് ചോദിക്കേ. ഒരു വാക്കിന് അവൻ എന്റെ മക്കളായിരുന്നു, അവൻ എന്റെ ഇവനെ രക്ഷിച്ചു എന്ന് പറയാൻ അവർക്ക് പറ്റിയോ? ഇത്തരം അപ്പനും അമ്മയാണ് നമുക്കുള്ളത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവന് ഒരു കാര്യം ഉണ്ടായിരുന്നു, അവൻ തൻ്റെ ഇടമുള്ളവനായിരുന്നു, ദൈവത്തിന് പറഞ്ഞവനായിരുന്നു. അപ്പന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അപ്പനുമായിക്കും പറഞ്ഞെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് പറ്റത്തില്ല. അവൻ ദൈവത്തിന് പറഞ്ഞവനാണ്. അവൻ പറഞ്ഞെന്തവാ? അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകും എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പനും അമ്മയും പള്ളിയെന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് അവൻ ബന്ധുക്കോസ് പോട്ടെ, അവൻ ഇവിടെ വേണം, ഇവിടെ നാട്ടാ മതി, ഞാൻ ദർശനം കഴിച്ചോണ്ട് ഇവിടെ കിടന്നു. ഒരു ഗതി വിളിക്കുന്നു പോകുന്നെങ്കിൽ പോട്ടെ. എല്ലാം ഇവിടെ ഉള്ളവരെല്ലാം വലിയ സഭയൊക്കെ വന്നവരാ, അവർക്കും പരീക്ഷന്മാരുണ്ട്, പറയുന്നു കുത്തുന്നുണ്ട്. എന്നാലും അവർ തൻ്റെ അടുത്തോട് നിന്നതുകൊണ്ട് അവർക്ക് നന്മ കിട്ടി, നന്മ കിട്ടി എന്ന് എടുത്തു പറയാം. ഏതന്യ ജാതിക്കാരിൽ നിന്ന് വന്നവരുണ്ട്, അവർക്ക് അവിടെ നന്മയില്ലായിരുന്നു, പക്ഷേ ഇവിടെ നന്മ കൂടുതൽ കിട്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് തൻ്റെ അടുത്തോടുകൂടി പറയാൻ മനസ്സുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. നമുക്ക് നമ്മളെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചാൽ നിത്യജീവന്റെ ആനന്ദം നമുക്ക് കിട്ടും.
നമ്മുടെ കണ്ണ് തുറക്കും. നമ്മുടെ കള്ളക്കഥകളെല്ലാം വെളിച്ചത്ത് വരും. ദൈവം നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവന്റെ കൂടെ നിൽക്കുക, അത്രേ ചെയ്യാനുള്ളൂ. അവിടെ നമ്മുടെ അപ്പനും അമ്മയും പോലും നമ്മളെ രക്ഷിപ്പാൻ കാണുകയില്ല. അവർക്ക് പള്ളി പ്രഷറാക്കാൻ മനസ്സില്ല. ഇതേ രീതിയിലാണ് ഇന്നത്തെ ജനത്തിന്റെ കഷ്ടത. ഇതേ രീതിയിലാണ് ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും എന്നോട്ടം കാണുമെന്ന് മാറിപ്പോയോ, അവൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയോ, പിന്നെ അവന്റെ പുറത്ത് കയറ്റമല്ല. നമ്മുടെയൊക്കെ ആരെങ്കിലും വീട്ടുകാർ നമ്മളെ കയറ്റുവോ? കയറ്റാതൊന്നുമില്ല. പക്ഷെ ഇത് സമ്മതിക്കുവോ? എന്നിട്ട് എങ്ങനെ നമ്മളിവിടെ നിൽക്കുന്നത്? നമ്മൾ ആ ശിലോഹാവിലെ ഇറങ്ങിയത് കൊണ്ടാ, ഈ പള്ളിയിൽ കയറിയോണ്ടാ എന്ന് തന്നെ ഞാൻ തന്റെ ഇടപെട്ട് പറയാം. ഇത്രയും നമ്മളെ രക്ഷിച്ച ദൈവം ഇന്നിവിടെ ഉണ്ട്. ആ ദൈവത്തെ മാനിക്കാതിരുന്നാലത്തെ ഗതി എന്താ? ഇനി നമുക്ക് ചഞ്ചല ഹൃദയം പാടില്ല. ഒറ്റ ഹൃദയം, ദൈവത്തെ സേവിക്കുന്ന മനസ്സ്, ആ മനസ്സിൽ മാത്രം ഉറച്ചു നിൽക്കുക. അടുത്തത്, അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. അവരങ്ങ് കൈ കഴുകി സോപ്പിട്ടു. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമത് വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കാം, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒന്ന് ഞാൻ പറയുന്നു, അതാണ് ഇന്ന് നമുക്ക് വേണ്ടിയത്. ഒന്ന് ഞാൻ പറയുന്നു, അവൻ പാവിയോ കുരുടനോ അല്ല, ആരോ എനിക്കറിയത്തില്ല. എന്റെ കണ്ണ് മാറി, എന്റെ കണ്ണ് കാണുന്നവനാക്കി എന്നെ തീർത്തു. എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ തന്നു. എന്റെ ജീവന് നന്മ തന്നു. ആ നന്മ തന്നവനെ ഞാൻ ദൈവമെന്ന് വിളിക്കും. അവനാണ് എന്റെ കർത്താവ്, അവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയാൻ തന്റെ ഇടമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ ആരുടെ മുമ്പിൽ തോൽക്കാനല്ല, ആരുടെ മുമ്പിൽ വഴക്കിന് പോകാനല്ല. എന്റെ ദൈവം ഉള്ളൂ ദൈവം എന്ന് നമുക്ക് പറയണ്ട. പക്ഷെ എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. അല്ലാതെ നിങ്ങളുടെ ദൈവം കൊള്ളത്തില്ലെന്ന് നമുക്ക് പറയാൻ പാടില്ല. നമ്മൾ അതിനില്ല. എന്റെ ദൈവം എനിക്ക് നന്മ ചെയ്തു. എന്റെ വിഷമങ്ങൾക്കും ഭാരങ്ങൾക്കും എനിക്ക് മറുപടി തന്നു. അവൻ എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുന്നു. ഇത്രയും പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ നിശ്ചയമായി ആ ദൈവം നമ്മളെ കൈവിടുകയില്ല. അതാണ് നമ്മുടെ വിശ്വാസം. അല്ല നമ്മൾ മിടുക്കന്മാരോ എല്ലാവരെയും കാട്ടി വലിയ ആളുകളോ ഒന്നുമല്ല. പക്ഷേ നമുക്കൊരു വിശ്വാസം വേണം. നമ്മൾ ഏത് രോഗത്തിൽ നിന്ന് മരിച്ചു പോകുന്ന ഡോക്ടർമാർ പറഞ്ഞെന്നില്ല പറയുന്നത്. എന്നിട്ട് മരിക്കാത്ത എത്രയോ പേര് ഇവിടെ ഇരിക്കുന്നത്? എത്രയോ പേരാണ് നിങ്ങൾ ഇന്ന് മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് മരിക്കാതെ കിടക്കുന്നത്. മരിച്ചവര് പോലും മരിച്ചിട്ടില്ല. മരിച്ചവര് പോലും മരിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് നമ്മൾ ഇനി വിശ്വസിക്കാൻ? വേറെ സ്ഥലം നോക്കേണ്ടത്? നമ്മുടെ ദൈവം നമുക്ക് എല്ലാ നന്മകളും തന്ന് നമ്മളെ ഇത്രയും വഴി നടത്തിയിട്ടും നമ്മൾക്ക് എവിടുന്ന് വന്നേ സംശയം? ഇത്രയും തുറന്നു പറയാനും തുറന്ന് സമർത്ഥിപ്പാനും നമുക്ക് കഴിവില്ലേ? നിങ്ങൾ ആണുമല്ല പെണ്ണുമല്ലെന്ന് പറയുന്ന പോലെ ആയി പോകും. നമ്മൾ ആണായിട്ട് തന്നെ നിന്ന് സംസാരിക്കണം, പെണ്ണായിട്ട് തന്നെ നിന്ന് സംസാരിക്കണം. എന്റെ ദൈവം എനിക്ക് മതിയായവനാണ്. അവന്റെ കൃപ കൊണ്ടാണ് ഞാൻ എന്ന് ജീവിക്കുന്നത്. എന്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തു എടുത്തു പറയണം, ആ ദൈവമാണ് എന്റെ ദൈവം. ഭൂമിയിൽ ഒത്തിരി ദൈവങ്ങളുണ്ട്, നിങ്ങൾ എവിടെയും പോക്കോ. പക്ഷെ എന്റെ ദൈവം എന്നെ രക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ പോകും. ോടുകൂടി നമ്മൾ പറഞ്ഞെങ്കിലേ നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയം കാണുകയുള്ളൂ. ആ ദൈവത്തിൽ ആശ്രയം കണ്ടാൽ നമ്മുടെ ജീവിതം സന്തോഷമായി തീരും. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? എങ്ങനെയും ദൈവത്തോട് ചേരണം, എങ്ങനെയും ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണം. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണമെങ്കിൽ അവന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഒരിക്കലും നമ്മളെ എടുക്കില്ല. ഇതെല്ലാം നമ്മളൊന്ന് വീണ്ടും 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 ചിന്തിക്കുക. ഇതെത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളത്, എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ജീവനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നോ? ഞാൻ എൻ്റെ ദൈവത്തെ മാനിക്കും. അത് ഏത് പരീക്ഷ പറഞ്ഞാലും
ഏതപ്പനും അമ്മയും തള്ളിക്കളഞ്ഞാലും ഞാൻ പറയും എന്റെ രക്ഷകൻ എന്നെ രക്ഷിച്ചു, എന്റെ രക്ഷകൻ എന്നെ വഴി നടത്തി, എനിക്ക് ജീവഹാനി വരാതെ എന്നെ കൊണ്ടുനടക്കുന്നു. അത്രയും പറയാൻ പറ്റില്ലേ? അങ്ങനെ പറഞ്ഞെങ്കിലേ നമ്മൾ ദൈവത്തിന്റെ മക്കളാകിട്ടു. അല്ലാതെ ഓടി നടന്ന് അയ്യോ അയ്യോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരും മിടുക്ക്, ഏത് മിടുക്ക്, എന്ത് മിടുക്ക്. ഒരു നിമിഷം ഇത് അടുത്ത്. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് കണ്ടോ? ആ പേമന്മാർക്ക് പേടിയുള്ളവൻ അവന് പേടിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ കണ്ണ് തുറന്നതാ, എന്റെ കണ്ണ് തുറന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ വിശ്വാസം വരാത്തത്? നിങ്ങൾ പിന്നെ എന്നെ കുത്തി കുത്തി ചോദിക്കുന്നത്. ഇത്രയും ചോദിക്കാൻ നമുക്ക് തന്റെ ഇടം ഉണ്ടാകണം. അതാണ് അവിടെ പറയുന്നത്. അതോ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ദൈവത്തിന്റെ കൂടെ പോകാനാണോ? അതോ എന്നെ കളിയാക്കുവാണോ? വാക്കുകൾ ധൈര്യത്തോടുകൂടി ചോദിക്കാൻ, ദൈവസന്നിധിയിൽ ധൈര്യത്തോടുകൂടി ചോദിക്കണമെങ്കിൽ അവൻ തന്ന നന്മയ്ക്ക് നന്ദി വേണം. നന്ദിയുള്ളവനാണോ ഇതെല്ലാം നടക്കും. അടുത്തത്. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. നീ അവന്റെ ശിഷ്യൻ. കർത്താവ് യേശുക്രിസ്തു ആരാ? അവൻ ദൈവമാണ്. നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെയാണ്. ഇതിന്റെ ഇടയിലാണ് നമ്മളീ കിടക്കുന്നത്. നമ്മൾ വലിയ ഹാളാവും, അതിലേക്ക് കൊടുത്ത ആൾക്കാരാ. നീ എവിടെ കുരുത്താലും ശരി, ദൈവം നിന്റെ മനസ്സിലില്ലെങ്കിൽ വേരുമില്ല, ഒന്നുമില്ല എന്ന് വ്യക്തമായി അവരോട് എതിർത്ത് പറയത്തക്ക രീതിയിൽ തന്നെ അവന് ധൈര്യമുണ്ടായി. ഓരോ കുരുടൻ പിച്ച അയച്ചുകൊണ്ടിരുന്ന ഒരു കുരുടന്റെ കഥയെ പറയുന്നു. അതിലെത്രയോ ഭേദമാണ് നമ്മളൊക്കെ. നമ്മൾ ഓടുമല്ലേ പള്ളിയിൽ നിന്ന് വിടുമെന്ന് പറഞ്ഞാൽ അന്നേരം കൊച്ചു മുട്ടുമടക്കി ചെന്ന് ക്ഷണ എഴുതി കൊടുത്ത് അങ്ങ് കയറും. ഇന്ന് നമ്മൾ തീരുമാനിക്കുക, നമ്മൾ ദൈവത്തെ മാനിക്കുന്നെങ്കിൽ അവന്റെ വാക്കുകൾക്ക് വില കൊടുക്കുക. അവൻ നമ്മളെ കാക്കുവാൻ കഴിവുള്ളവനാണ്, അവൻ നമ്മളെ കരുതുന്നവനാണ്. അവന്റെ ഒന്നിനും കൂടെ നിന്നവർക്ക് ആർക്കും ഒരു ദോഷവും വന്നായിട്ട് എങ്ങും ചരിത്രത്തിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് തീരുമാനിക്കാം. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നോ എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപിയുടെ പ്രാർത്ഥന ദൈവം. നിങ്ങൾ പോയി പഠിച്ചു വരാനാ പറഞ്ഞ ശാന്തമായിട്ട്. നിങ്ങൾ അബ്രഹാമോ ദൈവമോ വലിയ ദൈവമോ കൊച്ചു ദൈവമോ ആരെങ്കിലും ഉണ്ടായിക്കൊണ്ട് എന്റെ കണ്ണിന് സുഖം കിട്ടി, എന്റെ കണ്ണിന് കാഴ്ച കിട്ടി, അത് എനിക്കറിയാം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അധികാരവും പ്രതാപവും കൊണ്ട് ഞാനെ കുറ്റപ്പെടുത്തുന്നതോ അല്ലാതെ. ലാസ്റ്റ് അവൻ സഖിയിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ ചേരാൻ മനസ്സിലാഞ്ഞിട്ടാണോ ഇതൊക്കെ പറയുന്നത്? ഇത്രയും പറഞ്ഞിട്ടും അവൻ പറഞ്ഞത് എന്തുവാ? എന്റെ കണ്ണ് കാണത്തില്ലായിരുന്നു, എനിക്കിപ്പം കണ്ണ് കാണണം. അവനെ ചെറുപെത്തി എന്നോട് ശിലപാത്രത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ കഴുകി, ഞാൻ കണ്ണ് കാണുന്നവനായി. അവനാണ് എന്റെ ദൈവം, അവനിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ, അവനോട് കൂടെ ചേർന്ന് ഞാൻ ജീവിക്കൂ, അവന്റെ ശിഷ്യനായി ഞാൻ നടക്കും എന്ന് പറയാൻ ഇന്ന് തന്റെ ഇടമുണ്ടോ? ഇന്ന് 24-ന്റെ 2 മണിക്കൂർ പോലും ഇല്ല. ഇന്ന് നമ്മൾ തിരിയണം, ദൈവസന്നിധിയിലേക്ക് തിരിയുക. എന്റെ ദൈവം എന്നെ കാക്കാൻ കഴിവുള്ളവനാണ്, എന്നെ കരുതുന്നവനാണ്, അവൻ എന്നെ കൈവിടാത്തവനാണ്. അവനിലേക്ക് ചെന്നവരാരും ലജ്ജിതരായി പോയിട്ടില്ല, അവരുടെ മുഖം മാടിപ്പോയിട്ടില്ല, അവരൊന്നിലും തളർന്നു പോയിട്ടില്ല. പോയിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും തെറ്റ് കാണും? ആ തെറ്റെല്ലാം ഒന്ന് മാറ്റുക. നമുക്കാരെയും നന്നാക്കാൻ പറ്റത്തില്ല. അവരവരവരുടെ ഹൃദയത്തെ നന്നാക്കാതെ നന്മയിലേക്ക് തിരിയാൻ പറ്റുകയില്ല.
ഏത് വലിപ്പോ ഏത് വലിയ ക്രൂസൈഡോ എന്തോ ആയിക്കോട്ടെ, നീ നിന്റെ ഹൃദയത്തെ നന്മയിലേക്ക് കൊണ്ടുവന്നാൽ ദൈവം നിന്നോട് കൂടെ നിൽക്കും. ദൈവത്തെക്കാൾ വലിയവൻ ആരുമില്ല. ആ വിശ്വാസത്തോടുകൂടി നിന്നാൽ നിത്യമായ സന്തോഷം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാനുള്ളതാണ്, ഈ 2024 അവസാന മണിക്കൂറിൽ നമ്മൾ ചെയ്യാൻ എന്താണ്? നമ്മൾക്ക് കിട്ടിയ നന്മ മനസ്സിലാക്കിയിട്ട്, എന്റെ ദൈവം എനിക്ക് മതിയായവനായിരുന്നു, അവൻ എന്നെ കാത്തു, അവൻ എന്നെ വഴി നടത്തി, നിങ്ങൾക്കും വേണോ എന്റെ കൂടെ വരിക എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. ഇവിടെ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. എവിടെയോ ഉണ്ടായിരിക്കാം. എനിക്ക് കിട്ടിയത് എവിടെയാണ്? ഈ വാക്കുകളായിരിക്കണം നമ്മുടെ. നമ്മൾ ആരെയും കുറ്റം പറയാനോ ആരുടെയും ക്രൂസൈഡ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും നമ്മളില്ല. നമ്മളിവിടെ ചെറുതായിട്ടുള്ളൊരു കൂട്ടം. പക്ഷെ നമുക്ക് കിട്ടിയ നന്മകൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞതവരാണ്. നമ്മളെല്ലാ സാക്ഷിയൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. ഇന്ന് എവിടെയാ സാക്ഷ്യം? ഇന്ന് സാക്ഷ്യം പറയാൻ അപമാനമാണ്. അന്ന് കിട്ടിയ മാനം എന്ന് പറയാൻ അപമാനമായി. നാട്യത ഓടിപ്പോയി. ഇതെല്ലാം ദൈവം കാണുന്നുണ്ടെന്നോടൊരു ഓർമ്മ വേണം. ദൈവം നമ്മളെ ശിക്ഷിക്കത്തില്ല, നമുക്ക് വിശ്വസിക്കാം. അവൻ ക്ഷമിക്കുന്നവനാ. എത്ര നാൾ ക്ഷമിക്കും? അതുകൂടെ ഓർത്തോണം. അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇതൊരു നല്ല ദിവസമായി തീരട്ടെ. നമ്മളായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തിട്ട് ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നിന്നിട്ട് അവനോട് അപേക്ഷിക്കാം. എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ